ഇത് പുളിമരം കടപുഴകി വീണതാണ്. അതിൻ്റെ ഒപ്പം ഒരു പ്ലാവും ഉണ്ടായിരുന്നു, അതും വീണ് പോയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ജാതിമരം, അതും വീണുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കവുങ്ങുകൾ ഇതാ 2 മറിഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു തെങ്ങ് ഇതാ ചാഞ്ഞ് നിൽക്കുന്നു. കവുങ്ങ് ഒട്ടുമിക്കതും ചാഞ്ഞിട്ടുണ്ട് കേട്ടോ. കവുങ്ങ് കുറേയൊക്കെ കടപുഴകി വീണതാണ്. ഇവിടെ ഇതാ 2 കടപുഴകിയുണ്ട്. പിന്നെ ജാതിമരം നിൽക്കുന്നു. പിന്നെ അവിടെ ഉള്ളൊരു പപ്പായ ചെരിഞ്ഞുണ്ട്. അങ്ങനെയൊക്കെ തെങ്ങ് കണ്ടോ ചെരിഞ്ഞത്. ഇവിടെ കണ്ടോ ഒരു കവുങ്ങും അവിടെ മറ്റൊരു കവുങ്ങും, രണ്ടും എന്താ പറയുക കടപുഴകി വീണു. 2ലും നിറച്ച് കുരുമുളക് വള്ളി ഉണ്ടായിരുന്നതാണ്, നിറയെ കുരുമുളക് ഉണ്ടാവുന്നതായിരുന്നു. ആ 2 കവുങ്ങും ഇതാ വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ ഇവിടെ ഒരു തെങ്ങ്, പഴയൊരു തെങ്ങ് വീണുണ്ട്. പിന്നെ ഇതാ ചെറിയൊരു തെങ്ങ് വളർന്ന് വരുന്നതായിരുന്നു, അലക്കക്കല്ലിൻ്റെ തൊട്ടിപ്പുറത്തുണ്ടാകുന്നത്. അതുമ്മയ്ക്കാണ് ആ പുളിമരം ഇതൊക്കെ വീണിട്ട് അതും ഇതായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ പ്ലാവ്, ആ പ്ലാവ് പകുതി വെച്ചിട്ട് പോയി. ഇത് എവിടെ നിന്നൊക്കെ ഏതൊക്കെയാണ് വന്ന് കിടക്കണതെന്ന് പോലും മനസ്സിലാവുന്നില്ല. പുളിമരം കണ്ടോ, അവിടെ പൊട്ടി വീണ പുളിമരം, അതിൻ്റെ ഇലകളും കൊമ്പൊക്കെ തലഭാഗം ഫുള്ള് നമ്മുടെ മുറ്റത്താണ്. കട മാത്രമേ അവിടെയുള്ളൂ. നിറച്ച് കുരുമുളക് ഉണ്ടാവുന്ന വള്ളിയായിരുന്നു ഈ കവുങ്ങുമ്മ ഉണ്ടായിരുന്നത്. അത് നമ്മുടെ വറകരേമയ്ക്ക് വീണെടുക്കും. കവുങ്ങുകൾ ഇതാ ഇവിടെയൊക്കെ കിടക്കണ്ടേ ഉണ്ടോ, തല ഒടിഞ്ഞ് മുകളിൽ നിന്ന് ഒടിഞ്ഞിട്ട് വീണ് കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതാ അവിടെയും കവുങ്ങ് കടപുഴകി കിടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ പ്ലാവ് കണ്ടോ, ഒരു പ്ലാവ് തൊഴുത്തിൻ്റെ പുറകിലത്തെ കടപുഴകിയിട്ട് ഇതേ കിടക്കണം. ഇങ്ങനെയാട്ടോ. ഇനി നമ്മൾ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ മുറ്റത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതാ ഒരു തെങ്ങ് നമ്മുടെ വരകരയുടെ മുകളിലേക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ എന്തൊക്കെയോ കാണുന്നു, തെങ്ങ്, ഓലകൾ, പുളിമരം, പ്ലാവ് ആ പറമ്പിൽ നിന്നായിരുന്നത്. പിന്നെ ഇതാ ഒരു കവുങ്ങ് ഒക്കെ അതായത് നമ്മുടെ മുറ്റത്തേക്കാണ്. ചക്കകളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ മുറ്റത്തെ തൊഴുത്തിൻ്റെ ഫ്രണ്ടിലുണ്ടാകുന്ന ആ പ്ലാവ്, അത് പകുതി വെച്ച് ഒടിഞ്ഞ് നിൽപ്പുണ്ട്. നമുക്കിങ്ങനെ മുന്നോട്ട് പോകുന്നതോറും കാണാം കുറേ. നമ്മുടെ വീടിൻ്റെ കിഴക്ക് വശമാണ്. ഇവിടെ അപ്പുറത്തെ പറമ്പിലത്തെ ജാതിമരമാണ് ഇവിടെ കിടക്കുന്നത്. കുറച്ച് ജാതിക്കും ഒക്കെ ഉണ്ട് ഇവിടെ. കണ്ടോ പുളിമരം അവിടെ നിന്ന് കടപുഴകിയിട്ട് പുളിമരം ഇതാ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. പുളിയൊക്കെ കാണാൻ പറ്റും ഇതിന് മുകളിൽ. പുളി ഇതിപ്പോൾ നമ്മുടെ മുറ്റത്താണ് കേട്ടോ. അപ്പുറത്തെ പറമ്പിലെ മരം മുറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുഷേൻ്റെ സൗണ്ട്. ഇത് നമ്മുടെ പ്ലാവാണ്. പ്ലാവ് കടപുഴകി വീണു. ഈ തൊഴുത്തിൻ്റെ പിന്നിലുണ്ടാവുന്നതാണ് പ്ലാവ് കടപുഴകി വീണു. പിന്നെ ഇതിവിടെ ഉണ്ടാകുന്നൊരു തെങ്ങ് ഇത് വളഞ്ഞ് പോയേക്കുന്നു. വളഞ്ഞ് പോയിട്ടുണ്ട്. പ്ലാവ് കടപുഴകിയത്. പിന്നെ അതൊരു പ്ലാവ് പകുതിയിൽ മുറിഞ്ഞു പോയത്. അതിൻ്റെ തൊട്ടടുത്തൊരു തെങ്ങുണ്ടായിരുന്നു, അതിപ്പോൾ എവിടെയാണ് കിടക്കണേന്ന് അറിഞ്ഞൂടാ. അത്
എവിടെയോ വീണ് കിടക്കുന്നുണ്ട് തോന്നുന്നു, ഇവിടെ കാണാനില്ല. അങ്ങനെയൊക്കെ ആയിട്ട്